കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു സെയിലിംഗ് ബോട്ടിൽ കിടന്നുറങ്ങുകയാണ്. അവളുടെ പേര് ജെസ് എന്നാണ്. അതുമല്ല, അവൾ നടുക്കടലിലാണ് ഉള്ളത്. അവൾ ഈ ബോട്ടിൽ കിടന്നുറങ്ങുന്ന നേരത്തായിരിക്കും പെട്ടെന്ന് ബോട്ട് കിടന്ന് കൊലുങ്ങാനായിട്ട് തുടങ്ങുന്നത്. അവൾ തെറിച്ചു വീഴുന്നൊക്കെയുണ്ട്. അതുമല്ല, നല്ല രീതിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് മാറുകയാണ്. അവൾ എന്താണെന്ന് അറിയാനായിട്ട് പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ വലിയൊരു കാർഗോ ഷിപ്പ് അവളുടെ ചെറിയ ബോട്ടിനെ തട്ടിയിട്ടിട്ട് പോയതാണ്. അവളുടെ ബോട്ട് ആകെ നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പം നടന്ന കാര്യങ്ങളെല്ലാം അവൾ ഫോൺ വിളിച്ച് അവളുടെ കോച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവൾക്ക് ഈ ബോട്ടിൽ സെയിൽ ചെയ്യാനായിട്ട്, സെയിൽ എന്ന് പറഞ്ഞാല് ബോട്ടിൽ യാത്ര ചെയ്യത്തില്ലേ, അതായത് കാറ്റിന്റെ ദിശ അനുസരിച്ച് യാത്ര ചെയ്യത്തില്ലേ, അതിനെയാണ് സെയിലിംഗ് എന്ന് പറയാ. അപ്പൊ ബോട്ട് നശിച്ചെന്നുള്ള കാര്യം കോച്ചിനെ വിളിച്ച് പറയുന്നുണ്ട്. കോച്ചാണെങ്കിൽ നേരെ ജെസ്സിന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ജെസ്സിന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ 3 സഹോദരങ്ങളും ഉണ്ട്. അവരോട് വിവരം പറയും. അതുപോലെ ജെസ്സിന് 16 വയസ്സ് മാത്രമേ ഉള്ളൂ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുക എന്നുള്ളതാണ്. ലോകം മൊത്തം ആ ഒരു ബോട്ട് വെച്ച് ചുറ്റുക, അതും ഏറ്റവും ചെറിയ പ്രായത്തിൽ. അവൾക്ക് 16 വയസ്സാണ്. അതുകൊണ്ട് തന്നെ ലോകം ചുറ്റി വരുമ്പോഴേക്കും അവൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടും. ഏറ്റവും പ്രായം കുറഞ്ഞ് ഒരു ബോട്ടിൽ ലോകം മൊത്തം ചുറ്റിയ ഒരു മനുഷ്യത്തി എന്ന് പറഞ്ഞിട്ട്. മനുഷ്യത്തി അല്ലെങ്കിൽ മനുഷ്യൻ. എന്തായാലും പിറ്റേ ദിവസം ആവുന്ന നേരത്ത് ജെസ് ആണെങ്കിൽ അവളുടെ ബോട്ടുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അവളുടെ ബോട്ട് നടുകടലിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ വേറെ ബോട്ട് വെച്ചിട്ടാണ് അവളുടെ ബോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് അവൾക്ക് പ്രസ് കോൺഫറൻസ് ഒക്കെ ഉണ്ട്. അതായത് അവൾ താമസിക്കുന്ന നാട്ടിൽ മൊത്തം പാട്ടാണ്, ഈ ഒരു ലോകം മൊത്തം പാട്ടാണ്. മറ്റൊന്നല്ല, അവൾ ഈ ലോകം ചുറ്റി വരാനായിട്ട് പോയിരുന്നു, പക്ഷേ ചുറ്റാനായിട്ട് പറ്റിയില്ല. ഒരു ദിവസം ആവണേ മുമ്പ് അവളുടെ ബോട്ട് തകർന്നിട്ട് അവൾ തിരിച്ചു വന്നു. അതുമല്ല, ഈ ബോട്ട് തകരാനായിട്ടുള്ള കാരണം മറ്റേ ഷിപ്പ് വന്ന് ഇടിച്ചതാണ്. അങ്ങനെ ഷിപ്പ് വന്ന് ഇടിക്കാനായിട്ടുള്ള കാരണം നമ്മുടെ ജെസ്സാണ്. കാരണം ജെസ് ബോട്ടിന്റെ അലാറം ഓഫാക്കി ഇട്ടിരുന്നു. ഷിപ്പ് ദൂരെന്ന് വന്നപ്പോഴേ ആ അലാറം അടിക്കേണ്ടായിരുന്നു. എന്നാൽ ജെസ് അത് ഓഫാക്കി ഇട്ടത് കൊണ്ടാണ് അത് അടിക്കാഞ്ഞത്. ഇപ്പൊ ജെസ്സിനെ ആ കോൺഫറൻസിൽ വെച്ചിട്ട് കുറെ അധികം പത്രക്കാര് വല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട്. നിന്നെ കൊണ്ടൊന്നും ഇത് കഴിയത്തില്ല, നീ ചെറിയ പ്രായമാണ്, അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ജെസ്സിനും കുടുംബത്തിനും ഇത് ആകെ വിഷമം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോവാണ്. പത്രക്കാരോട് വലുതായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യുന്നില്ല, പത്രക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ജെസ്സിന് ഭയങ്കര വിഷമാണ്. അതായത് അവള് ലോകം ചുറ്റാനായിട്ട് പോയപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ അവളുടെ ബോട്ട് തകർന്നിട്ട് അവൾ തിരിച്ചു വന്നില്ലേ, ആ ഒരു വിഷമത്തിലായിരിക്കുമ്പോഴായിരിക്കും അമ്മ വന്ന് അവളെ സമാധാനപ്പെടുത്തുന്നത്. പിന്നെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവൾക്ക് വീണ്ടും ബോട്ടിൽ പോകാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കോച്ചിനോട് വന്ന് കാര്യം പറയാണ്, നമുക്ക് ആ പഴയ ബോട്ട് റെഡിയാക്കി എടുത്താലോ, എന്നിട്ട് വീണ്ടും ലോകം ചുറ്റാനായിട്ട് പോയാലോ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കോച്ചാണെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. എന്നിട്ട് അവൾക്കൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്നല്ല, കോച്ച് ആൾറെഡി അവളുടെ ബോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്നേരമായിരിക്കും അവളുടെ ഫാമിലി കൂടെ അങ്ങോട്ട് വരുന്നത്. അവളുടെ ഫാമിലിയും കോച്ചും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ് ആ ഒരു ബോട്ട് ശരിയാക്കാനായിട്ട്. എന്തായാലും ബോട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട്. അന്ന് രാത്രി ജെസ്സും അതുപോലെ തന്നെ സഹോദരിയും ഒരുമിച്ചിരിക്കുകയാണ്. സഹോദരി ജെസ്സിന് വേണ്ടി ഒരു വ്ളോഗിംഗ് പേജ് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവള് കടലിൽ ഇവിടെ എത്തി അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ്. അതോടെ കാണുമ്പോൾ ജെസ്സിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതായത് സഹോദരി അവൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തില്ലേ, ലോകത്തെ മുഴുവൻ അറിയിച്ചൂടെ. പിറ്റേ ദിവസമാണ് നമ്മുടെ ജെസ്സിന്റെ യാത്ര തിരിയല്. അതായത് അവള് ബോട്ടുമായിട്ട് ഇവിടെ നിന്ന് പോവാണ്, ഭൂമി കറങ്ങി വരാനായിട്ട് പോവാണ്. എന്തായാലും മീഡിയക്കാർ ഇപ്പോഴും മോശമായിട്ടാണ് പറയുന്നത്. അവൾക്ക് പ്രായം ഒരുപാട് ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് അവര് പറയുന്നത്. എന്തായാലും ജെസ്സും ഫാമിലിയും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ജെസ് അവളുടെ കുഞ്ഞ് സഹോദരി എടുത്ത് ബായ് പറയാണ്. അപ്പൊ ആ കുഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ഒരു പാവ എടുത്ത് ജെസ്സിന് കൊടുക്കുന്നുണ്ട്. അതായത് 220 ദിവസം എടുക്കും അവൾ ഈ ഭൂമി കറങ്ങി വരാനായിട്ട്. അത്രയും ദിവസം ഒറ്റയ്ക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞനീതി ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നീട് ബാക്കിയുള്ള ഫാമിലിയൊക്കെ കെട്ടിപ്പിടിച്ച് അവരോട് യാത്ര പറഞ്ഞ്, കോച്ചിനോട് യാത്ര പറഞ്ഞ് ബോട്ടും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവള് ആ ഒരു കടലിലൂടെ യാത്ര തിരിക്കുകയാണ്. ഒരുപാട് നേരം ആ ബോട്ടും കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഫാമിലിയും കോച്ചും എല്ലാരും വീട്ടിലിരുന്ന് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതായത് ജസ് ഇന്നടുത്തെത്തി, ഈ കോർഡിനേറ്റിലെത്തി എന്നൊക്കെ ജസ് ഇടയ്ക്കിടയ്ക്ക് കോച്ചിനെ വിളിച്ച് പറയും. കോച്ചിങ് കറക്റ്റായിട്ട് ആ ഒരു കോർഡിനേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കും. ഇനിയിപ്പം ജസ് കാണാതെ പോയാൽ ആ ഒരു കോർഡിനേറ്റ്സ് വെച്ച് ജസ്സിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജസ്സിന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് ബോട്ടിൽ പോകണം, ലോകം മൊത്തം ചുറ്റണം, ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുക്കണമെന്ന്. അതുപോലെ തന്നെ അവളിപ്പോ 16ാമത്തെ വയസ്സിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രസന്റിലോട്ട് വന്നാൽ ജസ്സിനെ കാണിക്കുമ്പോൾ അവള് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. ഈ ബോട്ടിൽ ഇന്ന കാര്യങ്ങളുണ്ട്, പുറത്തു പോയാൽ മീൻ പിടിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. അവളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ജനങ്ങളെ മുഴുവൻ കാണിക്കാനായിട്ട്. വലിയൊരു കാര്യമാണ്. അതായത് ഒറ്റയ്ക്ക് ഭൂമി മുഴുവൻ ഒരു ബോട്ടിൽ ചുറ്റുക എന്ന് പറഞ്ഞാൽ അത് സെയിലിംഗ് ബോട്ടാണ്, മോട്ടർ ഒന്നുമില്ല, കാറ്റിന്റെ ദിശ അനുസരിച്ച് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടാണ്. നമുക്കതൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം എത്രമാത്രം ജസ് കഷ്ടപ്പെടും. അല്ലെങ്കിൽ അവൾ ആ ഒരു പോയിന്റിൽ എത്തിയോ, അവളെ കൊണ്ട് സാധിക്കോ എന്നൊക്കെ അറിയണ്ടേ. അങ്ങനെ കുറെ അധികം ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതായത് 10-40 ദിവസം കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ജസ് ആണെങ്കിൽ ബോട്ടിൽ പോകുന്ന നേരത്ത് അന്തരീക്ഷമൊക്കെ നോർമലാണ്, അതായത് ക്ലൈമറ്റ് നോർമലാണ്. എന്നാൽ ജസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന കോച്ചിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവള് പോകുന്ന വഴിക്ക്
തന്നെ ക്ലൈമറ്റ് എല്ലാം മാറാനുള്ള സാധ്യത കൂടുതലാണ്. വലിയൊരു കൊടുങ്കാറ്റ് തന്നെ വരാനായിട്ട് പോവാണ്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണോന്ന് അറിയത്തില്ല. പക്ഷേ അതിനെ താണ്ടി പോയേ പറ്റൂ. എങ്ങും ബോട്ട് നിർത്താനായിട്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ നിർത്തുവാണെങ്കിൽ അവൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടത്തുമില്ല. ഇപ്പൊ കോച്ചാണെങ്കിൽ ആ ഒരു അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് മാതാപിതാക്കളോട് കാര്യം പറയും. മാതാപിതാക്കൾ ജസ്സിനെ വിളിച്ചിട്ട് നമുക്ക് വേണ്ട ഇത് നിർത്താന്ന് പറയുമ്പോൾ ജസ് മാതാപിതാക്കളെ സമാധാനപ്പെടുത്തുകയാണ്. സാരമില്ല, എന്നെ കൊണ്ട് കഴിയും, ഞാൻ എന്തായാലും ഈ ഒരു ക്ലൈമറ്റ് താണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നല്ല കൊടുങ്കാറ്റാണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അവൾ ബോട്ടിൽ തന്നെ കുറെ അധികം ചങ്ങലകളുണ്ട്, ചെറിയ ലോക്കുകളാണ്. അവൾ ബോട്ടിൽ നിന്ന് തെറിച്ചു പോവാതിരിക്കാനായിട്ട് അതൊക്കെ ദേഹത്ത് കെട്ടിവെക്കുന്നുണ്ട്, ലോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൊടുങ്കാറ്റും വരുന്നുണ്ട്. അവളെ കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ബോട്ടിന്റെ തുണിയില്ലേ, അതായത് കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് പോകാനായിട്ട് കെട്ടിയിരിക്കുന്ന ആ ഒരു തുണി, ആ തുണി അഴിച്ചു മാറ്റാണ്. ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളം അവളുടെ ദേഹത്ത് തെറിക്കുന്നുണ്ട്. അവളെ വെള്ളം എടുത്തോണ്ട് പോകാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അവൾ എങ്ങനെയൊക്കെ അതിൽ പിടിച്ചു നിൽക്കുകയാണ്. താഴെ വീണിട്ടും അവൾ എണീറ്റ് വരും. എന്തായാലും ആ തുണിയൊക്കെ അഴിച്ചു കളഞ്ഞതിന് ശേഷം അവൾ അവളുടെ റൂമിൽ തിരിച്ചു വരികയാണ്. ആ ബോട്ടിൽ തന്നെ ഒരു റൂമുണ്ട്. ആ റൂമിൽ വരുമ്പോൾ ഈ ബോട്ട് നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. കാരണം ഇത് കടലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ആടുന്നുണ്ട് ആ ഒരു ബോട്ട്. അവളും അതിനനുസരിച്ച് തെറിച്ച് വീഴുകയാണ്. എന്നാൽ അവൾ തെറിച്ചു വീണതും എന്തോ വലിയൊരു സാധനം വന്ന് അവളുടെ തലയിൽ അടിച്ചിട്ട് അവളുടെ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ ജസ്സിന് ബോധം വന്നിട്ടുണ്ട്. അവൾ എണീറ്റുടനെ അവളുടെ വീട്ടിൽ വിളിച്ച് വിവരം പറയാണ്. അവൾ കുറെ നേരമായിട്ട് ഫോണിൽ വന്നിട്ടില്ലായിരുന്നു, കാരണം അവൾക്ക് ബോധമില്ലായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും വീണ്ടും അവൾ യാത്ര തിരിക്കുന്നുണ്ട്. ഇതേ നേരം വീടിന് പുറത്ത് കാണിക്കുകയാണെങ്കിൽ കോച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് വരുമ്പോൾ കുറെ അധികം മീഡിയക്കാർ അവിടെ വന്ന് നിപ്പുണ്ട്. അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പൊ 10-40 ദിവസം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ മീഡിയക്കാർക്കൊക്കെ ചെറിയൊരു വിശ്വാസം വന്നിട്ടുണ്ട് ജസ്സിനെ കൊണ്ട് അത് സാധിക്കുമെന്ന്. എന്നാൽ കോച്ച് ഇതിനൊന്നും യാതൊരു മറുപടിയും പറയുന്നില്ല. കോച്ചിന് യാതൊരു താല്പര്യമില്ല മീഡിയക്കാരെ വിവരം അറിയിക്കാനായിട്ട്. ഈ മീഡിയയുടെ കൂട്ടത്തിൽ തന്നെ ഒരു അഹങ്കാരിയുണ്ട്. അവനൊരു ആങ്കറാണ്. അവനാണ് ആദ്യമേ പറഞ്ഞത് നമ്മുടെ ജസ്സിനെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന്. എന്നാൽ ഇപ്പം ഈ മീഡിയക്കാരെല്ലാരും ജസ്സിന്റെ വീട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. അവരുടെ വീട്ടിന്റെ പുറത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ് ജസ്സിന്റെ ഓരോ വിവരങ്ങൾ അറിയാനായിട്ട്. കാരണം ഇത് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യം കവർ ചെയ്യാനായിട്ടാണ് ഈ മീഡിയക്കാർ വീട്ടിന്റെ പുറത്ത് അങ്ങനെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും കുറെ അധികം ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ജസ് ഇപ്പോഴും ആ ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ക്രിസ്മസ് ആയിട്ടുണ്ട്. ജസ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അവൾ ബോട്ടിൽ ഇരുന്നിട്ടാണ് ഒറ്റയ്ക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ ജസ്സിന്റെ ഫാമിലി ആണെങ്കിൽ അവരുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോച്ചിനെ വിളിച്ചിട്ടുണ്ട്. കോച്ചിന് സ്വന്തമായിട്ട് ഫാമിലി ഒന്നുമില്ല, അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജസ്സിന്റെ ഫാമിലിയെ കാണുമ്പോൾ അയാൾക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അതായത് അങ്ങേർക്ക് അങ്ങനെ ഒരു ഫാമിലി ഇല്ലല്ലോ, അപ്പൊ ആ ഒരു വിഷമാവുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരുപാടധികം ദിവസങ്ങൾ കടന്നു പോവാണ്. ഇപ്പൊ 150 ദിവസം അടുപ്പിച്ചായിട്ടുണ്ട്. ജസ്സിനെ കാണിക്കുകയാണെങ്കിൽ അവൾ അങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയധികം ദിവസം അവളുടെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവള് നല്ല രീതിയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അവളുടെ കോച്ചും അതുപോലെ തന്നെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാരും അവളെ ബന്ധപ്പെടാനായിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് ആകെ വിഷമായിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഒന്നിനും യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവള് ഫോൺ എടുക്കാതെ കുറെ അധികം ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അതുപോലെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവള് കടലിന്റെ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ കാറ്റില്ല. കാറ്റില്ലെങ്കിൽ എന്താ, ഈ ബോട്ട് മുമ്പോട്ട് അങ്ങനെ പോകത്തില്ല. ഇതോടെ ആയപ്പോൾ അവൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഇങ്ങോട്ട് കാറ്റ് വരും. ആ കാറ്റ് ഈ ബോട്ടിനെ വീണ്ടും വലിച്ചെടുത്തോണ്ട് പോകും. ഈ ബോട്ട് വീണ്ടും ഓടി തുടങ്ങും. എന്നാൽ അതിനു വേണ്ടി കാത്തിരിക്കണം. ഇപ്പൊ കുറെ ദിവസം അവള് കാത്തിരിക്കുകയാണ്. അതായത് 7 ദിവസം അടുപ്പിച്ച് കാത്തിരുന്നിട്ടുണ്ട്. എന്നിട്ടും കാറ്റ് ഇതുവരെ വന്നിട്ടില്ല. അന്നേരമായിരിക്കും അവളുടെ ഫോണിലോട്ട് കോച്ച് വിളിക്കുന്നത്. കോച്ച് വിളിച്ചിട്ട് അവളെ വഴക്ക് പറയും. എന്താ ഇത്രയും ദിവസം ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചിട്ട് അവള് കള്ളം പറയാണ് അവൾ ഉറങ്ങിപ്പോയെന്ന്. പക്ഷെ അവള് ഡിപ്രഷൻ സ്റ്റേറ്റിലായതാണ്, ഒരിക്കലും ഉറങ്ങിപ്പോയതല്ല. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്, അതൊരുപാട് അപകടമല്ലേ എന്ന് കോച്ച് അവളോട് ചോദിക്കുമ്പോൾ ജസ് പറയാണ് അത് അപകടമൊന്നുമല്ല, കോച്ചിന് ചുമ്മാ തോന്നുന്നതാണെന്ന്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ കോച്ചിന് ഇഷ്ടപ്പെടത്തില്ല. കോച്ചാണെങ്കിൽ പിണങ്ങിയിട്ട് ജസ്സിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. കോച്ചും മാതാപിതാക്കളും ഒരുമിച്ചല്ലേ ഇവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ കോച്ചാണെങ്കിൽ അവളോട് പിണങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇത്രയും ദിവസം ഇവരെല്ലാരും ബന്ധപ്പെടാൻ നോക്കിയിട്ട് അവള് ഫോൺ എടുത്തില്ലല്ലോ. അപ്പൊ ആ ഒരു ദേഷ്യത്തിലാണ് കോച്ച് ഇറങ്ങിപ്പോയത്. പിന്നെ അവൾക്ക് ഡിപ്രഷൻ സഹിക്കാൻ വയ്യ. ആകെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അവള് ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല. അവൾ ആ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കരയാണ്. എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ എല്ലാരോടും ദേഷ്യപ്പെടുകയാണ്, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നിനോട് യാതൊരു താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഇരുന്ന് കരയാണ്. അതുപോലെ തന്നെ ആ വീഡിയോ ആണെങ്കിൽ അവൾ അവളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റും. കോച്ചിന് കാണാൻ പറ്റും, മാതാപിതാക്കൾക്ക് കാണാൻ പറ്റും, പിന്നെ ഈ ലോകം മുഴുവനുള്ള എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റും. ഇപ്പൊ അവള് റെക്കോർഡ് ചെയ്ത വീഡിയോ നമ്മുടെ കോച്ചും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് കോച്ചിന് കുറച്ചധികം സമാധാനമാവുന്നത്. അതായത് അവളുടെ അവസ്ഥ കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞു പോയത്, ഒരിക്കലും വേണമെന്ന് വെച്ച് പറഞ്ഞൊന്നുമല്ല. എന്തായാലും കോച്ചിന് അവളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരു ദിവസം രാത്രി അവൾ ആ ബോട്ടിൽ ഇരിപ്പുണ്ട്. ഇതുവരെ ബോട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. ഇപ്പൊ ഏകദേശം 10
ദിവസമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ സ്ഥിതി വളരെയധികം മോശമാണ്. നല്ല രീതിയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അന്നേരമായിരിക്കും അവളുടെ ഫോണിലോട്ട് അവളുടെ അമ്മ വിളിക്കുന്നത്. ഇപ്രാവശ്യം അവള് അമ്മയുടെ കോൾ എടുക്കുന്നുണ്ട്. അമ്മ അവളെ സമാധാനപ്പെടുത്താണ്. നിനക്ക് അങ്ങനെ ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടെങ്കിൽ പാട്ട് പാടുക. അതുപോലെ തന്നെ ആകാശത്ത് ഒരുപാടധികം നക്ഷത്രങ്ങളുണ്ട്, അതിനെ നോക്കിയാൽ മതി, നിന്റെ ഒറ്റപ്പെടലെല്ലാം മാറുമെന്ന് പറഞ്ഞിട്ട് അമ്മ സമാധാനപ്പെടുത്തുകയാണ്. ഈ ഒരു സമാധാനപ്പെടുത്തൽ കാരണം അവൾക്ക് കുറച്ചധികം മോട്ടിവേഷൻ കിട്ടി. അവളാണെങ്കിൽ വീണ്ടും യാത്ര തിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അതായത് എപ്പോ വേണമെങ്കിലും കാറ്റ് വരാം, അപ്പൊ പോവാം എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി അവൾ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കാറ്റ് വരാനായിട്ട് തുടങ്ങുന്നത്. അതിനർത്ഥം ഈ ബോട്ട് ഇനിയും അനങ്ങി തുടങ്ങും. അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവൾ ആ ഒരു കെട്ട കഴിച്ചു വിടുകയാണ്. അങ്ങനെ തുണി പൊങ്ങുമ്പോൾ ഈ ഒരു കാറ്റിന്റെ ദിശയിൽ ആ ബോട്ട് പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് അവളുടെ ഡിപ്രഷൻ ഒരുപാട് മാറുക. ഒരേ സ്ഥലത്ത് തന്നെ 10 ദിവസം കിടന്നിട്ടാണ് അവൾക്ക് ഒരുമാതിരി ഡിപ്രഷൻ ആയത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൾ ആ ഒരു ബോട്ടിൽ പോകുന്ന കാര്യം ഹെലികോപ്റ്ററിൽ പോകുന്ന കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുത്ത് മീഡിയക്ക് കൊടുത്തു. അപ്പൊ ഈ മീഡിയക്കാര് അത് പത്രത്തിൽ കൊടുത്തു. എല്ലാ ആൾക്കാരും കാണുകയാണ്. അതായത് 130 ദിവസമായിട്ടും അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവള് ബോട്ടിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. വീണ്ടും കുറെ അധികം ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ 197ാമത്തെ ദിവസമായിട്ടുണ്ട്. ജസ്റ്റ് നോക്കുവാണെങ്കിൽ അവളുടെ ബോട്ടിൽ എന്തോ ഒരു പൊട്ടൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിവരം അവളുടെ മാതാപിതാക്കളെ വിളിച്ച് പറയുന്നുണ്ട്. അവരാണെങ്കിൽ അത് അടയ്ക്കാനായിട്ട് പറയാണ്. ചെറിയൊരു പൊട്ടലാണ്, അതുവഴി വെള്ളം അകത്തോട്ട് കയറും. അവൾ എന്തൊക്കെ ചെയ്ത് അത് റെഡിയാക്കുന്നുണ്ട്. ആ ഒരു പൊട്ടൽ മാറ്റുകയാണ്. ഇതേ നേരം തന്നെ കോച്ചിന്റെ ബോട്ടിൽ ഇരുന്നിട്ട് ഇവളെ നിരീക്ഷിക്കുന്നുണ്ട്. പിണങ്ങി പോയെങ്കിലും ജസ്റ്റിനോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഇവള് പോകുന്ന ദിശയിൽ നല്ല രീതിയിൽ കാലാവസ്ഥ വ്യത്യാസം വരുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ കൊടുങ്കാറ്റും മഴയും വരാൻ പോവാണ്. നേരത്തെ കണ്ടതിന്റെ 5 ഇരട്ടി കഠിനമായിട്ടുള്ള മഴ. അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട് പാടില്ല. ഈ ഒരു വിവരം ജസ്റ്റിന്റെ സഹോദരിയും മനസ്സിലാക്കുന്നുണ്ട്. ജസ്റ്റിനോട് ഈ വിവരം പറയാണ്. മാതാപിതാക്കൾ അറിയുന്ന നേരത്ത് അവർ പറയുന്നത് മറ്റൊന്നുമല്ല, ജസ്റ്റിനോട് ഈ പ്ലാൻ ഉപേക്ഷിക്കാനായിട്ടാണ്. അതായത് അവള് 197 ദിവസം കടലിലൂടെ അങ്ങനെ ചുറ്റി നടന്നില്ലേ, ഇനി അടുത്തുള്ള ഏതെങ്കിലും ഒരു പോർട്ടിൽ പോയി അവിടെ റെസ്റ്റ് എടുക്കാനായിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവൾ അവളുടെ മിഷനിൽ തോറ്റുപോകും. അവൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റത്തില്ലെന്നാണ് അവൾ പറയുന്നത്. ഇപ്പൊ സഹോദരിയാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് കുറച്ചധികം വീഡിയോകൾ നമ്മുടെ ജസ്റ്റിന് അയച്ചു കൊടുക്കും. ആ വീഡിയോയിൽ മറ്റൊന്നുമല്ല, ജസ്റ്റിനെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വേറെ കുറെ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ജസ്റ്റിനെ പോലെ കടല് ചുറ്റണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പൈലറ്റ് ആവണമെന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനുണ്ട്, പിന്നെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കണമെന്ന് പറയുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പലതരം ആൾക്കാർ ജസ്റ്റിനെ കണ്ടിട്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ ജസ്റ്റിന് മോട്ടിവേഷൻ വരികയാണ്. വിട്ടുകൊടുക്കാനായിട്ട് അവൾക്ക് മനസ്സ് വരുന്നില്ല. എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൾ മാപ്പൊക്കെ എടുത്ത് നോക്കിയിട്ട് നല്ലൊരു റൂട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നല്ല രീതിയിൽ കൊടുങ്കാറ്റും മഴയും കാണും. അതിലൂടെ പോയേ പറ്റൂ. ആ ഒരു കൊടുങ്കാറ്റിനെ അവൾ തരണം ചെയ്തേ പറ്റൂ. എന്നാലേ അവൾക്ക് ആ ഒരു മത്സരം ജയിക്കാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജയിക്കാനായിട്ട് പറ്റൂ. എന്തായാലും ഇങ്ങനൊരു കാലാവസ്ഥ മാറ്റം വരുമെന്ന് അറിഞ്ഞിട്ട് കോച്ചാണെങ്കിൽ തിരിച്ച് ജസ്സിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പേരൻസുമായിട്ട് ഒത്തുകൂടിയിരുന്ന് ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ ഫോൺ കോളിൽ ജസ്സും ഉണ്ട്. ജസ്സിനോട് അവരെല്ലാരും പറയുന്നുണ്ട് ഇത് വിട്ടേക്ക്, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാന്ന്. പക്ഷെ അവൾ കേൾക്കില്ല. അവൾക്ക് എന്തായാലും ഇത് ചെയ്ത് തീർക്കണമെന്നാണ് പറയുന്നത്. അച്ഛൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവള് 197 ദിവസം കടലിൽ ബോട്ട് കൊണ്ടുപോയി. അപ്പൊ അവൾക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവളെ അവർക്ക് വിശ്വാസമാണ്. അവൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തോളാൻ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ വീട്ടിന്റെ പുറത്ത് കുറെ അധികം മീഡിയക്കാർ കൂടി നിൽപ്പുണ്ട് കേട്ടോ. ജസ്സിനെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പൊ പുറത്ത് കൂടി നിൽക്കുന്നത്. അങ്ങോട്ട് നമ്മുടെ ജസ്സിന്റെ കുഞ്ഞനീതി ഇറങ്ങി വരുന്നുണ്ട്. കുഞ്ഞനീതി മീഡിയക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതായത് മറ്റൊന്നല്ല, എന്റെ ചേച്ചിയാണെങ്കിൽ ആ ഒരു കഠിനമായ കൊടുങ്കാറ്റിലും മഴയിലും കൂടെ തരണം ചെയ്ത് പോകാനായിട്ട് പോവാണ്. അവൾ എന്തായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ അകത്ത് കയറി പോയി ഡോർ അടയ്ക്കുകയാണ്. മീഡിയക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് പറയും ഈ കൊച്ചു പെൺകുട്ടിയെ. ബാക്കിയുള്ള വലിയ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കൊച്ചു പെൺകുട്ടി എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ജസ്സിനെ കാണിക്കുകയാണെങ്കിൽ അവൾ ആ ഒരു ബോട്ട് നല്ല രീതിയിൽ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. ലീക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുലുങ്ങുന്നുണ്ട്. എന്നാൽ അവൾക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് അവൾ കട്ടിലിൽ കയറിയിട്ട് ലോക്ക് ചെയ്ത് കിടക്കാണ്. കട്ടിലിൽ തന്നെ ചെറിയൊരു സീറ്റ് ബെൽറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അവൾ ലോക്ക് ചെയ്ത് കിടക്കുന്നത്. എന്നാൽ ഈ ബോട്ട് കുലുങ്ങുമ്പോൾ ബോട്ടിന്റെ അകത്തിരിക്കുന്ന കുറെ അധികം സാധനങ്ങൾ താഴെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ കുറച്ച് ദിവസമൊന്നും അല്ല നീണ്ടു നിൽക്കുന്നത്, കുറെ അധികം ദിവസം അങ്ങനെ നിൽക്കും. അപ്പൊ അവള് 2-3 ദിവസം ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട്. ആ ബോട്ടിൽ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ഇവൾക്ക് കുറെ നേരം കഴിയുമ്പോൾ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കാനം വരുന്നുണ്ട്. അവള് നല്ല രീതിയിൽ ഓക്കാനിക്കുകയാണ്. അത് മാത്രമല്ല ഇപ്പൊ അവളുടെ ബോട്ടാണെങ്കിൽ കടലിലൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ഒരുപാടധികം മോശമാണ്. വലിയൊരു സുനാമിയും വരുന്നുണ്ട്. ആ സുനാമിക്ക് നേരെ ഈ ബോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ കർട്ടൻ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു തുണിയില്ലേ, ആ തുണി കാരണം ഇതിനെ കാറ്റ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുനാമിക്ക് നേരെയാണ് പോകുന്നത്. അവസാനം സുനാമിയുടെ മുമ്പിൽ ചെന്നിട്ട് ഇത് കുത്തനെ മറിയാണ്. കടലിന്റെ അടിയിലോട്ട് ഇത് ഒഴുകി പോകുന്നുണ്ട്. എന്നാൽ ജസ്സിന് ഒന്നും പറ്റുന്നില്ല.
കുഴപ്പമൊന്നുമില്ല, അവൾ ആ ബോട്ടിൽ സേഫ് ആണ്. ചെറിയ ലീക്ക് ഉണ്ട്, ആ ലീക്കിലൂടെ കുറച്ച് വെള്ളം അകത്തോട്ട് കയറുന്നുണ്ട്, എന്നാലും പ്രശ്നമില്ല. അവൾ അവളുടെ മരണത്തിന് മുമ്പിൽ കാണുന്നുണ്ട്. ഇനി ജീവിക്കോ മരിക്കോ ഒന്നും അറിയാനായിട്ട് പാടില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ അവൾ മുങ്ങിച്ചാവാം, ഇല്ലെങ്കിൽ രക്ഷപ്പെടാം, എന്താണെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. ഇപ്പൊ ജസ്സിന്റെ ഫാമിലിയെ കാണിക്കുകയാണെങ്കിൽ അവരെല്ലാരും കൂടെ കൂടി നിൽക്കുകയാണ്. അന്നേരം ആയിരിക്കും ഫോണിലോട്ട് ഒരു റിങ് വരുന്നത്. ജസ് ആണെന്ന് വിചാരിച്ച് ഓടി ചെന്ന് എടുക്കുമ്പോഴേക്കും അത് ജസ് അല്ല. ജസ്സിന്റെ ബോട്ടിൽ ഒരു അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അവളുടെ ബോട്ട് മുങ്ങിപ്പോവാണെങ്കിൽ ഇവർക്കൊരു കോള് വരും. ആ കോളാണ് അത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ജസ്സിന്റെ ബോട്ട് മുങ്ങിപ്പോയി, ജസ്സിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എല്ലാരും കൂടെ കരയാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ കോച്ചിന് മാത്രം കരയാനായിട്ട് പറ്റുന്നില്ല. അങ്ങേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നല്ല വിഷമമുണ്ട്. ഇപ്പൊ കരഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്താഗതിയാണ് കോച്ചിനുള്ളത്. കോച്ചിന് സ്നേഹവും അതുപോലെ തന്നെ സങ്കടവും എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയത്തില്ല. എന്തായാലും കുടുംബത്തോടെ ഇവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ജസ് മരണപ്പെട്ടു പോയെന്ന് തന്നെ ഇവരെല്ലാരും വിചാരിക്കുകയാണ്. ഇതേ നേരം തന്നെ കടലിൽ കാണിക്കുകയാണെങ്കിൽ ജസ്സിന്റെ ബോട്ട് കടലിൽ അങ്ങനെ ഒഴുകി നടപ്പുണ്ട്. കടലിന്റെ അടിത്തട്ടിലാണ്. എന്നാൽ ഈ ബോട്ടിന് അനക്കം സംഭവിച്ചിട്ട് ഇത് പതിയെ മുകളിലോട്ട് പൊന്താനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പൊന്തി പൊന്തി വന്നിട്ട് ബോട്ട് ഒറ്റ ചാട്ടമാണ് മുകളിലോട്ട്. വെള്ളത്തിൽ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. അകത്ത് വെള്ളം കയറാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ വായു ഉണ്ടായിരുന്നു. ആ വായു കാരണമാണ് ഈ ബോട്ട് പൊന്തി വന്നത്. അങ്ങനെ ജസ്സിനൊന്നും പറ്റിയിട്ടില്ല, അവൾ സേഫ് ആയിട്ട് തന്നെ ആ ബോട്ടിലുണ്ട്. അവൾ മുകളിൽ വന്നതും അവളുടെ വീട്ടുകാരെ വിളിച്ച് കാര്യം പറയാണ്. ഇവള് മരണപ്പെട്ടു പോയെന്നാണ് എല്ലാരും വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ അവള് വിളിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അവള് മരണപ്പെട്ടു പോയിട്ടില്ല, ജീവനോടെ തന്നെ ഉണ്ട്. അപ്പൊ അവരുടെ സന്തോഷം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നീട് അനിയനും അതുപോലെ തന്നെ കുഞ്ഞനീതിയും കൂടെ പുറത്തോട്ടിറങ്ങി വന്നിട്ട് മീഡിയക്ക് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ജസ്സിന് ഒന്നും പറ്റിയിട്ടില്ല, അവള് സേഫ് ആയിട്ട് തന്നെ കടലിലുണ്ടെന്ന്. മീഡിയക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ സന്തോഷവും. ആദ്യം ജസ്സിനെ എതിർത്തെങ്കിലും ഇപ്പൊ ജസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയക്കാര്. കാരണം അവൾ അവളുടെ ആഗ്രഹത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവൾ വിജയിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു കാര്യം തുടങ്ങുമ്പോൾ അല്ലെങ്കിലും എല്ലാവരും എതിർക്കത്തില്ലേ, പക്ഷേ ആ കാര്യം നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ ഒരുപാടധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അതങ്ങനെയാണ്. ഒരു കാര്യം തുടങ്ങാനേ പാടുള്ളൂ, തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം എളുപ്പമാണ്, അതങ്ങ് സ്മൂത്ത് ആയിട്ട് പൊയ്ക്കോളും. വീണ്ടും ദിവസം കടന്നു പോവാണ്. ഇപ്പൊ ജസ്സിനെ കാണിക്കുകയാണെങ്കിൽ അവള് ബോട്ടുമായിട്ട് തിരിച്ചു വരികയാണ്. എല്ലാ ആൾക്കാരും അവളെ കാണാനായിട്ട് ചുറ്റും കൂടിയിട്ടുണ്ട്. അവളുടെ ഫാമിലി അവളെ സ്വാഗതം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവള് ബോട്ടുമായിട്ട് വരുമ്പോൾ അവളുടെ കോച്ച് വേറൊരു ബോട്ടുമായിട്ട് തിരിച്ചു പോകുന്നത് കാണാം. കോച്ചിന് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് അവളുടെ ബോട്ടും എടുത്ത് അവൾ സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കുന്നുണ്ട്. ബോട്ടിൽ നിന്ന് പതിയെ പുറത്തോട്ടിറങ്ങി വരികയാണ്. അവൾക്ക് സന്തോഷം കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. സന്തോഷം, സങ്കടം, ആൾക്കാർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ട്. അതും 16ാമത്തെ വയസ്സിലാണ്. എല്ലാം കൊണ്ട് അവൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട്. അവളുടെ ഫാമിലി അവളെ തൂക്കിയെടുത്തോണ്ട് പോവാണ്. എല്ലാ ആൾക്കാരും സന്തോഷം കൊണ്ട് നോക്കുന്നുണ്ട്. 16ാമത്തെ വയസ്സിൽ കടൽ മൊത്തം ചുറ്റിയിട്ട് വന്നേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഒറിജിനലായിട്ട് നടന്നൊരു കഥയാണ് കേട്ടോ. ഒറ്റയ്ക്കാണ് പോയത്, ഒന്ന് ആലോചിച്ച് നോക്ക്. അതും 220 ദിവസം. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അങ്ങനെ ജസ്സിനെ എതിർത്ത എല്ലാ മീഡിയക്കാരും അവളെ സപ്പോർട്ട് ചെയ്യാണ്. അവൾക്ക് എന്തായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടും. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കടൽ മൊത്തം ചുറ്റിയിട്ട് വന്നേക്കാണ്. അതും ഒരുപാടധികം കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് അവൾ വന്നേക്കുന്നത്. ഒരുപാട് കാലാവസ്ഥ അവളെ ബുദ്ധിമുട്ടിച്ചില്ലേ, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരെ ആയില്ലേ. പക്ഷെ അവളെ അതെല്ലാം പൂർത്തിയാക്കിയിട്ട് വന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. എന്തായാലും അവൾ അവളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പടത്തിന്റെ അവസാനം നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഇത് ഒറിജിനലായിട്ട് നടന്നയാന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.